രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയുടെ 15ാമത് വാർഷികം 2024 സെപ്റ്റംബർ 22 ഞായറാഴ്ച വൈകുന്നേരം തിരുമല സായ് ആർക്കേഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വയനാട് ദുരന്ത സാഹചര്യത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയതിനാൽ സംഘടനയുടെ വാർഷികം ആഘോഷങ്ങൾ ഇല്ലാതെയാണ് ഇപ്രാവശ്യം നടത്തിയത്. സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എം ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി KS വിശ്വംഭരൻ സ്വാഗതം ആശംസിക്കുകയും ട്രഷറർ ഷാഹുൽ തിരുമല കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തു. വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം, കല, കായിക, വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവ സമ്മേളനത്തിൽ വെച്ച് ശ്രീ കാരയ്ക്കമണ്ഡപം വിജയകുമാർ നിർവഹിച്ചു. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ. രാജീവ്ഗാന്ധിയുടെ പേരുള്ള കൾച്ചർ പ്രോഗ്രാമാണ് ഇത്. സാഹിത്യം, അതുപോലെ തന്നെ കല, ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ച് വരുന്നത് മാത്രമാണ്. അതിന്റെ 15ാമത്തെ വാർഷികമാണ് ഇവിടെ നടന്നത്. അതിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളെ അടുത്ത 16ാമത്തെ പരിപാടി വളരെ വിപുലമായി ആഘോഷിക്കുന്നതാണ്. ഇപ്രാവശ്യം നമ്മളെ വയനാട് ദുരന്തത്തിനാണ് ഈ ആഘോഷം കുറച്ചു. ഈ പൈസ കുട്ടികൾ പങ്കെടുത്ത പരിപാടികൾക്ക് മാത്രം പൈസ കൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. അടുത്ത വർഷം വിപുലമായ പരിപാടികളാണ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ഈ വർഷവും അടുത്ത വർഷം തൊട്ട് വീണ്ടും വിപുലമായ പരിപാടികളോടുകൂടി തന്നെ ഇത് നടത്തുന്നതാണ്. രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയുടെ 15ാമത് വാർഷിക യോഗമാണ് ഇന്നിവിടെ നടന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തെ യുവജനങ്ങളുടെ പ്രതീകവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ അകാല ചരമം ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ഹൃദയത്തിനേൽപ്പിച്ച ഒരു വിടവ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ നാമധേയം നിലനിർത്തുന്നതിനും അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ സാമൂഹ്യ മനസ്സാക്ഷിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ് രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റി. ഈ സൊസൈറ്റി 15 വർഷം പിന്നിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മാത്രമാണ് ഈ സൊസൈറ്റി സജീവമായി രംഗത്ത് നിലനിൽക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ നാമധേയം നിലനിർത്തുന്നതിന് മാത്രമല്ല, ഈ രാജ്യത്തെ സാധാരണക്കാരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മറ്റ് സമൂഹത്തിലെ ഇതര വിഭാഗങ്ങളുടെയും ഉന്നമനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടും അവരെ അറിഞ്ഞ് ആദരിക്കുന്നതിനും വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റി. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ടവരെ ആദരിക്കുവാനും അവരെ അംഗീകരിക്കാനും അവർക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കാനും സാഹിത്യ സംവാദങ്ങൾ സംഘടിപ്പിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ ചരമദിനവും അദ്ദേഹത്തിന്റെ ജന്മദിനവും നമ്മൾ ആചരിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ, അദ്ദേഹം രാജ്യത്തിന് നൽകിയ സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനും സാധാരണ ജനങ്ങളിൽ എന്നും അദ്ദേഹത്തിന്റെ മഹത്വം നിലനിർത്തുന്നതിനും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവൃത്തിയും സംഘടനാപരമായി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നിച്ചൊന്നായി അണിനിരത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സാമുദായിക ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. വരും കാലങ്ങളിലും രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാം അറിയുകയും അവരെ ആദരിക്കുകയും ചെയ്യും. അവരുടെ കഴിവുകൾ
സാമാന്യ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. വരും കാലങ്ങളിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രവർത്തക സമിതിയാണ് ഞങ്ങൾക്കുള്ളത്. തുടർന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പവും നിങ്ങളുടെ സേവനത്തിനായി ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. 15ാം വാർഷിക സമ്മേളനം ഇവിടെ സമാരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കാം. ചന്ദനം ധരധാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും. നമ്മുടെ സംഘടനയുടെ 15ാമത് വാർഷികം അതിവിപുലമായ പരിപാടികളോടെ കഴിഞ്ഞ മെയ് മാസം അവസാന വാരത്തിൽ നടത്തുവാനാണ് തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയുണ്ടായി. എല്ലാ നിർദ്ദേശിച്ചതോടുകൂടി ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സംഘടനയെ കുറിച്ച് ഒരു മധ്യാഹ്നത്തിൽ അസ്തമിച്ച സൂര്യൻ ഇന്ത്യയിലെയും ലോകരാഷ്ട്രങ്ങളുടെയും ഗതിവിഗതികളെ കുറിച്ച് ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ച രാജീവ് ഗാന്ധി സംഘടന ഭാരവാഹികളായിരിക്കുന്ന ശ്രീ അംബിദാസ് കാര്യത്തും ഭഗവത് വിജയനും നമ്മളോട് സംസാരിക്കുന്നതാണ്. ഈ രണ്ടുപേരെയും ഞാൻ ഹൃദയപൂർവ്വമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിലേക്ക് കണക്ട് ചെയ്യും. നമ്മുടെ പരിപാടികളുടെ കൂടിയാണ്. നേരത്തെ സ്വാതന്ത്ര്യം പറഞ്ഞു പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പലരും ചോദിച്ചു നിങ്ങൾ പോകുന്നതിനെ പറ്റി എനിക്ക് വന്ന ആഴ്ചത്തിന് ഉള്ള ചെറിയ ഒരു കാര്യമില്ല, ചെറിയ കാര്യമുണ്ടായിരുന്നു. കാലം ഇപ്പം നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ പെട്ടെന്നാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. 26-ാം തീയതി മെയ് 26-ാം തീയതി തീരുമാനിച്ചതാണ്. ഇങ്ങനെ അറിയിക്കുകയും നമ്മൾ മാറ്റിവെച്ചതായിട്ട് അറിയിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദുരന്തം വന്നതോടുകൂടി വലിയ ആഘോഷം വേണ്ട എന്ന ഗവൺമെന്റിന്റെ തീരുമാനം നമ്മൾ പാലിക്കുകയാണ്. ആഘോഷത്തോടുകൂടി എല്ലാവരും മാത്രം നടത്തി ഈ കുട്ടികളാണ് എല്ലാ പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് നമ്മളെ മുന്നേ കൊടുത്ത് മാത്രം ഈ പരിപാടി വിളിക്കണം എന്ന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു ചെറിയ ഒരു രീതിയിൽ ചടങ്ങിനെ സംഘടിപ്പിച്ചത്. രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പറ്റിയൊക്കെ പറയാനായിട്ട് ഇവിടെ വേദിയിൽ ധാരാളം ആളുകൾ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ സംഘടന 15ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. വളരെ ലളിതമായ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടുള്ള അതിന്റെ സംഘാടകർ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തോന്നിക്കുകയും ഈ വേളയിൽ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ കാർക്കാമണ്ഡലം വിജയകുമാർ സാറിനെ കുറിച്ച് രണ്ടു വാക്ക്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ചിത്രകലാ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം കൗമുദി പബ്ലിക്കേഷൻസിൽ ആർട്ടിസ്റ്റായി 4-5 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. നേരത്തെ ഇവിടെ തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചത് വിട്ടുപോയ രാജീവ് ഗാന്ധിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കുന്ന ഈ ഒരു സായാഹ്നം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന്റെ മുത്തശ്ശിയാണ്. കാര്യം നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അക്കാഡമികളുടെ കാര്യം പറഞ്ഞു. ഞാൻ 2-3 അക്കാഡമികളിൽ വിവിധ സമയങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്, അംഗമായിട്ട്. എനിക്കിവിടെ ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത് അനുസരണം നടത്തണമെന്നുള്ളതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ അത്രയും ആൾക്കാർക്ക് അത്രയും പൂർണ്ണമല്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിലും ഒക്കെ വളരെയധികം
പ്രാഗൽഭ്യവും പ്രാവീണ്യവും വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കുവാനുള്ള കഴിവുമുള്ള ധാരാളം ആൾക്കാർ ഇവിടെയുണ്ട്. രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ ഒരു സാംസ്കാരിക സംഘടനയാണ്. ജാതി, മത, വർഗ മറ്റ് യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ 15ാം വാർഷിക യോഗവും അതോടനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനം അതിന് എന്റെ ഹൃദയംഗമായ ആശംസകൾ അർപ്പിക്കുന്നു. ഇത് ആരുടെ പേരിലാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും എനിക്കും അറിയാം, അത് സാക്ഷാൽ രാജീവ് ഗാന്ധിയുടെ പേരിലാണ്. ഇന്ത്യൻ രാഷ്ട്രീയ നവസിലെ ഒരു വലിയ നക്ഷത്രമായിരുന്നു നമ്മുടെ രാജീവ് ഗാന്ധി.
ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചേർന്ന ഈ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിച്ച നമ്മുടെ പ്രിയങ്കരനായ കർണാടകനും ചിത്രകാരനുമായ ശ്രീ കാരിക്കാമണ്ഡലം ജയകുമാർ സാറിനെ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയുടെ കലാപരിപാടികളുടെ ഭാഗമായി തിരുമല AK ടവറിൽ വെച്ച് 2 മാസങ്ങൾക്ക് മുൻപേ ഞങ്ങൾ വിവിധ കലാമത്സരങ്ങൾ നടത്തുകയുണ്ടായി. കലാമത്സരങ്ങളിൽ അനവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തിട്ടുള്ളത്. അവർ ചിത്രരചന മത്സരത്തിന് തന്നെ 2 ദിവസത്തോളം കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോക്ക് ഡാൻസ്, സിനിമ, പാട്ട്, ചിത്രരചന, മറ്റു ഒരുപാട് മേഖലകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ 3-4 വർഷങ്ങളിലായി അനവധി കുട്ടികൾക്ക് ഞങ്ങൾ വളരെ പ്രോത്സാഹനം നൽകിയാണ് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യത്തെ മത്സര വിജയികൾക്ക് ഇന്ന് തിരുമല സായി ആർക്കേഡിൽ വെച്ച് സമ്മാന വിതരണം നടത്തിയിട്ടുള്ളത്. ഇനി വരും കാലങ്ങളിലും കുട്ടികളുടെ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ വിവിധ കലാപരിപാടികൾ നടത്തി അവരെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞങ്ങൾ ഇതിനോടകം തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയിലെ 15ാമത് വാർഷികവും സമ്മേളനവും നടത്തുകയും അതിൽ പ്രമുഖരായ എല്ലാ വ്യക്തികളും പങ്കെടുക്കുകയും അതിലെ മെമ്പേഴ്സും ഉണ്ടാക്കുകയും എന്റെ ഹൃദയത്തിന്റെ രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടുവന്നു. രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയുടെ 15ാമത് വാർഷികാഘോഷവും സമ്മാനദാനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയുടെ 15ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ നടന്ന കലാമത്സര വിജയികൾക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ശ്രീ രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയുടെ 15ാമത് വാർഷികവും സമ്മാനദാനവുമാണ് ഇന്നിവിടെ വൈകുന്നേരം സംഘടിപ്പിച്ചത്. ഇതിൽ പങ്കെടുത്ത എല്ലാ ഭാരവാഹികൾക്കും സമ്മാനദാനം വാങ്ങിയ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. രാജീവ് ഗാന്ധി കൾച്ചറൽ സൊസൈറ്റിയുടെ 15ാമത് വാർഷിക ആഘോഷത്തിന് എല്ലാവിധമായ ആശംസകളും അഭിനന്ദനങ്ങളും സമ്മാനം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.